മനുഷ്യനെ സൃഷ്ടിച്ചതിനെ, മനുഷ്യരിൽ ആണിനെ പെണ്ണിനെ പടച്ചതിനെ, സൂര്യചന്ദ്രാദികൾ കാരണം രാവും പകലും അല്ലാഹു സൃഷ്ടിച്ചതിനെ കുറിച്ച് എല്ലാം വ്യത്യസ്തങ്ങളായ റബ്ബിന്റെ സൃഷ്ടിപ്പിനെ പരിചയപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു പറയുന്നു, ഇതുപോലെയാണ് മനുഷ്യന്റെ കർമ്മങ്ങളും. ആ കർമ്മങ്ങൾ അതാണ് നമ്മെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകാൻ ഇടയാകുന്നത്. ഈ മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവൻ ജന്മനാ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അല്ലാഹു അവനെ മജ്ബൂറാക്കിയതല്ല. അവനായിട്ട് അവനവന്റെ കർമ്മം കൊണ്ട് സ്വർഗവും നരകവും അവൻ നിശ്ചയിച്ചതാണ്. അല്ലാഹുവിന്റെ അസലിയായ ഇൽമിൽ നമുക്ക് അല്ലാഹു സ്വബോധം നൽകിയതിൽ പിന്നെ നമ്മൾ നന്മയാണോ തിന്മയാണോ തെരഞ്ഞെടുക്കുന്നത് എന്ന് അല്ലാഹുവിനറിയാം. നമ്മൾ തെരഞ്ഞെടുത്തതാണ് വിഷയം. അതുകൊണ്ട് കർമ്മങ്ങളിൽ നന്മയുടെ ഭാഗങ്ങളിലേക്ക് വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിജ്ഞാനത്തിന്റെ, ഈമാനിന്റെ, അദബിന്റെ, പരസ്പര ബഹുമാനത്തിന്റെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ആ ഒരു വഴിയിലായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീലേ, എനിക്ക് ഒരാളെ ഇഷ്ടമല്ല, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടരുത്. മലക്കുകളോട് പറയും ജിബ്രീൽ അലൈഹിസ്സലാം, ഇന്നല്ലാഹ യുബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദൂഹു. ഒരാളെ അല്ലാഹുവിന് വെറുപ്പാൻ പേര് പറയും, ആ മനുഷ്യനെ നിങ്ങളും വെറുക്കണമെന്ന് മലക്കുകളോട് പറയും. മഹാനായ നബി തങ്ങൾ പറയുന്ന സ്വഹീഹായ ഹദീസാണിത്. ഫയുത്ബിഗുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനെ വെറുക്കും. ثم يوضع له البغضاء في الارض. അല്ലാഹുവിന്റെ ഭൂമിയിലെ സത്യസന്ധരായ മനുഷ്യന്മാർ, കറകളഞ്ഞ മുഅ്മിനീങ്ങൾ, അവരുടെ ഖൽബിന്റെ ഉള്ളിൽ ആ മനുഷ്യനോടൊരു വെറുപ്പ് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. അയാൾ ഒന്നും ഒരു ഉപദ്രവം നിങ്ങളോട് ചെയ്തതിന്റെ പേരിലല്ല, ആ മനുഷ്യൻ ഒന്നും നിങ്ങളോട് ചെയ്തിട്ടില്ല, പക്ഷേ ആ മനുഷ്യൻ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നതിന്റെ പേരിൽ മുഅ്മിനീങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു ഒരു വെറുപ്പിട്ട് കൊടുക്കുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന സഅയകും ലശത്താ. മനുഷ്യന്റെ കർമ്മങ്ങൾ പലവിധമാണ്. ഒരു നന്മയുടെ ഉദാഹരണം, ഒരു തിന്മയുടെ ഉദാഹരണം. ആലിമീങ്ങളിൽ മഹാനായ അബൂ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇറാഖുകാരനായ മഹാനായ പണ്ഡിതൻ, സുഹാഹു സിത്തയുടെ ഇമാമിയങ്ങൾ മുഴുവനും ഹദീസിന്റെ സനദുകളിൽ കൊണ്ടുവരുന്ന മഹാൻ അബൂ അയ്യൂബ് സഖ്തിയാനി താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. പക്ഷേ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ ഹദീസുകൾ സ്വീകരിച്ചത് ഒരുപാട് കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. 2 ഹജ്ജ് ചെയ്തു. ആരാണ് ഈ മഹാൻ എന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു കറാമത്ത് ഇമാം ദഹബി തങ്ങൾ സീറ അലാമുൻ നുബലായിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് ഹജ്ജിന് വരുമ്പോ മരുഭൂമിയുടെ മധ്യത്തിൽ ആളുകളുടെ കയ്യിൽ വെള്ളമില്ലാതെ, കുടിക്കാൻ ദാഹജലം കിട്ടാതെ ആളുകൾ മരിക്കാറായി നിൽക്കുന്ന നേരത്ത് അബൂ അയ്യൂബ് സഖ്തിയാനി പറഞ്ഞു, ജനങ്ങളെ, ഞാനൊരു കാര്യം ചെയ്തു തരാം, പക്ഷെ ഞാൻ മരിക്കണവരെ പറയാൻ പാടില്ല. പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറയൂല, ഞാൻ മരിക്കണവരെ പറയരുത്. പറയൂല. നിങ്ങൾക്ക് വെള്ളല്ലേ വേണ്ടത്? അതെ. ഒരു ഭാഗത്തേക്ക് ചൂണ്ടി, വിരലുകൊണ്ട് ചൂണ്ടി ഒരു താഴ്വരയിലേക്ക്, അല്ലാഹുവേ ഞങ്ങൾക്ക് വെള്ളം തരണം. പോയി നോക്കി എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അരുവി പൊട്ടി ഒഴുകുകയാണ്. ആ വെള്ളം കുടിച്ചു ആ ആളുകൾ മുഴുവൻ. ഹജ്ജിന് പോകുന്ന യാത്രയിൽ അവരുടെ തോൽപാത്രങ്ങൾ മുഴുവൻ അവരെ നിറച്ചു വെച്ചു. ഒരൊറ്റ ദുആയാണ്. മുമ്പേ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്തു തരാം, പക്ഷേ ഞാനിങ്ങനെ ചെയ്തു എന്ന് മരിക്കണവരെ പറയാൻ പാടില്ല. ഇല്ലാത്ത കള്ള കറാമത്തുകൾ പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് കണ്ടതിനും കേട്ടതിനും അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ മഹാന്മാരായ സജ്ജനങ്ങളുടെ പാത എന്താണ് എന്ന് ഒന്ന് ചെവി തുറന്ന് കേൾക്കണം. പറയാൻ പാടില്ലെന്നാ പറഞ്ഞു കൊടുക്കുക. പറയരുത്, ദുരഭിമാനമായി പോകും, അഹങ്കാരം വന്നു പോകും. ഞാൻ മരിക്കണവരെ പറയരുത്. അവര് പറഞ്ഞു, ഞങ്ങൾ പറയൂല. ദുആ ചെയ്തു, പറഞ്ഞ പോലെ ഒരു അരുവി അണപൊട്ടി ഒഴുകുകയാണ്.
ആ മഹാനാണ് അബൂ അയ്യൂബ് സഖ്തിയാനി അൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി. മാലിക് തങ്ങളോട് ചോദിച്ചു, മാലിക് ഇമാമേ, ഈ മഹാന്റെ ഹദീസ് നിങ്ങൾ എന്താ സ്വീകരിക്കാത്തത്? നിങ്ങൾ എന്താ അദ്ദേഹത്തിന്റെ ഹദീസ് ഉദ്ധരിക്കാത്തത്? ലാ അറാ അലൈഹി ബഹ്ജത്തുൽ ഇൽമി വ വഖാറ, ഇൽമിന്റെ ബഹ്ജത്തും ഇൽമിന്റെ വഖാറും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇമാം അവറുകൾ ആര്? മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ദാരിൽ ഹിജ്റ, മദീനയുടെ പ്രഗൽഭനായ ഇമാം, ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എന്ന് പറയാവുന്ന കിതാബുൽ മുവത്ത രേഖപ്പെടുത്തിയ മഹാൻ, മാലിക്കി മദ്ഹബിന്റെ ഇമാം, 100ഓളം സ്വഹാബിമാരെ കണ്ട താബിഈ മഹാനായ മാലിക് ഇബ്നു അനസ് മദനി റളിയല്ലാഹു അൻഹു ഈ അബൂ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ഹദീസ് സ്വീകരിക്കുന്നത് 3ാമത്തെ തവണ ഒരിക്കൽ ഹജ്ജിന് വന്നപ്പോഴാണ്. ഹജ്ജിന് വന്നു, സംസം കിണറിന്റെ അരികത്ത് ആ മഹാൻ ഇരിക്കുന്നത് ഇമാം മാലിക് എന്നവർ കണ്ടു, റഹ്മത്തുള്ളാഹി തആല അലൈഹി വറളിയല്ലാഹു അൻഹു. മാലിക് ഇമാം കാണാൻ, മാലിക് ഇമാം ആ മഹാന്റെ ഹദീസ് രേഖപ്പെടുത്താൻ കാരണമായ സംഭവം ഇതാണ്. സംസമിന്റെ അരികത്ത് ഇരിക്കുമ്പോൾ കുല്ലമാ ദുഖിറ റസൂലുള്ളാഹി ബകാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോഴേക്കും പൊട്ടിക്കരയും, പേര് പറയുമ്പോഴേക്കും പൊട്ടിക്കരയും. മാലിക്, ഇമാം മാലിക് തങ്ങൾ അവരെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കുന്നവരെ പൊട്ടിക്കരച്ചിലാണ്. അങ്ങനെ ഒരു ഹബീബായ നബി തങ്ങളോടുള്ള ഒരു ഹുബ്ബ് കണ്ടതിൽ പിന്നെയാണ് ഇമാം മാലിക് എന്നവർ ആ മഹാന്റെ ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആലിമാൻ, വലിയ മഹാനാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബില്ലാതെ, അതും സത്യസന്ധമായ ഹുബ്ബ്, അത് കാണാതെ എനിക്ക് ഹദീസ് സ്വീകരിക്കാൻ കഴിയില്ല. ഇമാം മാലിക് എന്നവർ 3ാമത്തെ ഹജ്ജ് ഇമാം അബൂ അയ്യൂബ് സഖ്തിയാനി ചെയ്തതിന്റെ ശേഷമാണ് ആ മഹാന്റെ ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങുന്നത്. മഹാൻ മോശമായതുകൊണ്ടല്ല, ഇമാം മാലിക് എന്നവരുടെ ഷർത്ത്, മഹാനവറുകളുടെ ക്രൈറ്റീരിയൻ ഇച്ചിരി കൂടുതലാണ്. ഇപ്പുറത്ത് മറ്റൊരു ആലിമിനെ ശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മസലുഹു കമസലിൽ കൽബ്, അയാളുടെ ഉദാഹരണം നായയെ പോലെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ബനു ഇസ്രായേലുകളിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു സൈന്യം പുറപ്പെടുമ്പോ ഫലസ്തീനികളായ ആളുകൾ ആ നാട്ടിലെ പണ്ഡിതനായിരുന്ന ബൽആം ഇബ്നു ബഊറയോട് പറഞ്ഞ ഒരു സന്ദർഭം, ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബൽആമേ, മൂസ നബിയുടെ ആ സൈന്യം ഒന്ന് നശിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി. ബൽആം പറഞ്ഞു, അള്ളാന്റെ നബിക്കെതിരെ ദുആയിരക്കെ, എന്റെ ദുആ തന്നെ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, പറ്റൂല. ഫലസ്തീനിലെ ജബ്ബാരികളായ ആളുകൾ, അഹങ്കാരികൾ പറഞ്ഞു, ബൽആം നിങ്ങൾ ദുആയിരന്നേ പറ്റൂ. അഹം പറഞ്ഞു ദ്വാരക്കാൻ പറ്റൂല, നബിക്കെതിരെ ദ്വാരക്കേ. നബിയുടെ സൈന്യമാ വരുന്നത്, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സൈന്യം. മൂസ നബി ആ സൈന്യത്തിലില്ല, പക്ഷെ ഈജിപ്തുകാരാ വരുന്നത്, ഫലസ്തീനിലേക്ക് ഫത്ഹ ചെയ്യാൻ വേണ്ടി വരികയാണ്. ദ്വാരക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജനങ്ങൾ പിന്നാലെ കൂടി, ബൽആം നിങ്ങൾ ദ്വാരക്കേ, ഇന്ന് രാത്രി ദ്വാരക്കേ, നിങ്ങളുടെ റബ്ബിനോടൊരു മുഷാവറ ചെയ്യിൻ എന്ന് പറഞ്ഞു. ആ മുഷാവറ കഴിഞ്ഞ് രാവിലെ ആളുകൾ ചോദിച്ചു, എന്താ അല്ലാഹു പറഞ്ഞത്? ബൽആം പറഞ്ഞു, ലാ തദ്ഉ അലൈഹിം, മൂസ നബിക്കെതിരെ ദുആ ഇറക്കരുത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. പറഞ്ഞു നാളെയും കൂടെ നോക്കി എന്ന് പറഞ്ഞു. 2ാം നാളിൽ എന്താണ് ഇൽഹാം കിട്ടിയത്? അവർക്കെതിരെ ദുആ ഇറക്കാൻ പാടില്ല. 3ാം ദിവസം അത് തന്നെ, ആൾക്കാർ വിട്ടില്ല. 4ാം ദിവസം കൂടെ ഒന്ന് നോക്കി, അപ്പൊ ഒന്നും കണ്ടിട്ടില്ല. ഇന്നലെ എന്തെങ്കിലും കണ്ടോ? ഇല്ല, ഇന്നലെ ഒന്നും കണ്ടിട്ടില്ല. ഒന്നും കണ്ടില്ലെങ്കിൽ അതിനർത്ഥം കുഴപ്പമില്ല എന്നല്ലേ? അതുകൊണ്ട് ദ്വാരക്കെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ആമീൻ പറയാന്ന് പറഞ്ഞു. അയാൾ ദ്വാരക്കാൻ. മൂസ നബി അലൈഹിസ്സലാമിന്റെ ജയ്ഷിനെ, സൈന്യത്തെ നശിപ്പിക്കണമേ എന്ന് ദ്വാരക്കുമ്പോ, അല്ലാഹുമ്മ അഹ്ലിക് ജയ്ഷനാ, ഞങ്ങളുടെ സൈന്യത്തെ നശിപ്പിക്കണേ എന്നാ പറഞ്ഞു പോണത്. എന്താ സംഗതി? നമ്മളെ നശിപ്പിക്കണം എന്നല്ലല്ലോ ദ്വാരക്കേണ്ടത്. മൂസ നബിയുടെ സൈന്യത്തെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താ ഇങ്ങനെ ദ്വാരക്കുന്നത്?
ഞാൻ പറഞ്ഞു അന മജ്ബൂർ ഉൽജിമ അലാ ലിസാനി, എൻ്റെ നാവിന് അല്ലാഹു കൂട്ടിട്ടിരിക്കുകയാണ്, എനിക്ക് പറയാൻ പറ്റണില്ല. ഇവരെ ഉറപ്പിച്ചു. ബൽആം ദുആക്ക് ഉത്തരമുള്ള ആളായിരുന്നു. ഇച്ചിരി പൊടിക്കൈകളും ഇച്ചിരി കറാമത്തൊക്കെ കയ്യിലുള്ള ആളായിരുന്നു ബൽആം ഇബ്നു ബഊറ. പക്ഷെ ഖുർആൻ പറഞ്ഞു മസലുഹു കമസലിൽ കൽബ്, ഈ മനുഷ്യന്റെ ഉദാഹരണം മുഗല്ലദായ നജസായ നായയെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്, നാവ് പുറത്തേക്ക് ആട്ടി നടക്കുന്ന നായയെ പോലെയാണ് ഇയാൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഇമാം തബരി തങ്ങൾ അടക്കമുള്ള ആളുകൾ ഈ ചരിത്രം അവരുടെ തഫ്സീറുകളിൽ വളരെ വിശദമായി വ്യാഖ്യാനിച്ചു. അവര് പറഞ്ഞു ബൽആമേ, ഞങ്ങൾ നശിപ്പിക്കപ്പെടാൻ പോവാണല്ലോ, രക്ഷ വേണം, രക്ഷ വേണം, എന്തെങ്കിലും ഒരു പോംവഴി പറയേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി ഒരൊറ്റ വഴിയുള്ളൂ. മൂസ നബിയുടെ ആ സൈന്യം നമ്മുടെ നാടുകളിലേക്ക് എത്തി അവരെങ്ങാനും വ്യഭിചരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ അവന്റെ അദാബ് ഇറക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ ഈ സൈന്യം ഫലസ്തീനിലേക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ മുഴുവനും അണിയിച്ചൊരുക്കി നിർത്തണം, അണിയിച്ചൊരുക്കി നിർത്തണം. ആ പെൺകുട്ടികൾക്ക് കൈകളിൽ ഭക്ഷണം കൊടുക്കുക. സൈന്യം ഈജിപ്തിൽ നിന്ന് കടന്നു വരുമ്പോ അവരെ മാസങ്ങളായി ഭാര്യമാരെ കാണാതെയാ വരുന്നത്. സുന്ദരിമാരായ ഫലസ്തീനി പെൺകുട്ടികളെ നിങ്ങൾ അവരുടെ ഇടയിലേക്ക് പറഞ്ഞയക്കുക, അവർ വ്യഭിചരിക്കട്ടെ. ഇദാ സനാ ഖൗമുൻ ഔജബു അദാബല്ലാഹി അലൈഹിം, ഒരു സമൂഹമെങ്ങാനും വ്യഭിചരിച്ചാൽ ആ സമൂഹത്തിന്റെ മേൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും. അതുകൊണ്ട് ഇതാണ് പോംവഴി എന്നൊരു കുറുക്കി വിദ്യ പറഞ്ഞു കൊടുത്തു. ആയിരക്കണക്കിന് ഫലസ്തീനി പെൺകുട്ടികൾ ഭക്ഷണപ്പൊതികളുമായി ഈ സൈന്യം കടന്നു വന്നപ്പോൾ അവർക്കിടയിലേക്ക് ചെന്നു. വൈകാരികമായി ചിന്തകളുണ്ടായി. സൈന്യത്തിലെ മുഴുവൻ ആളുകളും വ്യഭിചരിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന് വഹയി വന്നു, അല്ലാഹു കുപിതനാണ്, മൂസാ നബിയെ നിങ്ങളുടെ സൈന്യം വ്യഭിചരിച്ചിരിക്കുകയാണ്. ഇന്ന സഅയകും ലശത്താ, വലിയൊരു ഫതഹിന് പോയ ആളുകളെ വ്യഭിചരിച്ചിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം മറ്റൊരു നേതാവിനെ ഈജിപ്തിൽ നിന്ന് പറഞ്ഞയച്ചു. അദ്ദേഹം ഫലസ്തീനിലേക്ക് വരുമ്പോ തന്റെ മുമ്പിൽ കടന്നുപോയ സൈന്യത്തിന്റെ നേതാവ് തന്റെ ടെന്റിനുള്ളിൽ ഒരു പെണ്ണുമായി വ്യഭിചാരത്തിലാണ്. രണ്ടുപേരെയും കുന്തമുനകളാൽ കുത്തിപ്പിടിച്ച് മേലോട്ടുയർത്തി ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്യുന്നവരെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് കുന്തമുനകളിൽ സൈന്യ നേതാവിനെയും വിഭജിക്കാൻ വന്ന പെണ്ണിനെയും കുന്തമുനയിൽ പിടിച്ചു നിർത്തി അങ്ങാടികളിലൂടെ കടുത്ത താക്കീത് ചെയ്ത് ആ മഹാനായ മനുഷ്യൻ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ചെയ്തു. മഹാനായ നെല്ലായി ഉസ്താദ് സൂചിപ്പിച്ചു, സമൂഹത്തിൽ നന്മ പറയുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവൽ നിർബന്ധമാണ്. അത്തരം പണ്ഡിതന്മാരെ വാർത്തെടുത്തില്ലെങ്കിൽ സമുദായം മുഴുവൻ കുറ്റക്കാരാണ്. ആ ഒരു നന്മ സൈന്യാധിപൻ ചെയ്തു, അതിൽ പിന്നെ അള്ളാഹു വിജയം കൊടുത്തു. പക്ഷെ ഈ പണ്ഡിതൻ എപ്പോഴെങ്കിലും ബൽആമിന് തോന്നിയോ ഞാനൊന്ന് മാപ്പിരക്കട്ടെ, ഞാനൊന്ന് തൗബ ചെയ്യട്ടെ? അയാൾക്ക് തോന്നിയില്ല. ജനങ്ങളോട് പോംവഴി പറഞ്ഞു കൊടുത്തു, പൈശാചികമായ വഴി. അതും ഒരു പണ്ഡിതനായിരുന്നു. അബൂ അയ്യൂബ് സഖ്തിയാനി എന്ന മരുഭൂമിയുടെ നടുവിൽ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ ആരോടും പറയരുതേ എന്റെ മരണം വരെ. ആ മഹാന്റെ മരണശേഷമാണ് ലോകം ഈ ചരിത്രം അറിയുന്നത്. ഹബീബിനെ പറയുമ്പോഴേക്കും പൊട്ടിക്കരയുമായിരുന്ന അബൂ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇപ്പുറത്ത് നായെ പോലെയാണ് ഇയാളുടെ ഉദാഹരണം എന്ന് ഖുർആൻ പറഞ്ഞ ബൽആം ഇബ്നു ബഊറ നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയ വലിയ കറാമത്തുകൾ കാണിച്ചു തുടങ്ങിയിരുന്ന ആളാണ്. പക്ഷേ അല്ലാഹു ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താൻ, പിശാചിന്റെ കൂടെ കൂടുകയും ദുനിയാവിന്റെ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോവുകയും ചെയ്തതിന്റെ പേരിൽ ഫമസലുഹു കമസലിൽ കൽബ്. പണ്ഡിത ലോകത്തും ഇങ്ങനെ രണ്ട് വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും, സാധാരണക്കാരിൽ കാണാൻ കഴിയും.
പ്രായം ചെന്നവരിൽ കാണാൻ കഴിയും, ചെറുപ്പക്കാരിൽ കാണാൻ കഴിയും. ഇന്ന സഅയകും ലശത്ത. വിശുദ്ധ ഖുർആൻ ഈ കർമ്മ ഭൂമിയിലെ വിവിധ വഴികളിലേക്ക് സൂചിപ്പിക്കുന്നതിന് മുമ്പ് അല്ലാഹു സത്യം ചെയ്ത വസ്തുതകളെ ഒന്ന് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ وما خلق الذكر والأنثى إن سعيكم لشتى. എല്ലാം മൂടിക്കളയുന്ന വിധം, എല്ലാം മറച്ചു പിടിക്കുന്ന വിധം ഇരുളിനെ സംവിധാനിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം, രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ യഗ്ശാ, രാത്രി വരുമ്പോഴേക്കും ഭൂമിക്ക് മുകളിലുള്ളതിന് മുഴുവനും അത് മറയായി വീഴുന്നു. നേരം വെളുത്താ ഇതാണോ ചിത്രം? ഈ രാത്രി കാണുന്ന പോലെ അല്ലല്ലോ. അവിടത്തെ മരങ്ങളും പറമ്പും വീടൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. യഗ്ശാ, മൂടിയിരിക്കുകയാണ്, ഇരുട്ടുകൊണ്ട് അല്ലാഹു മൂടി വെച്ചിരിക്കുകയാണ്. വന്നഹാരി ഇദാ തജല്ലാ, പകലിനെ തന്നെയാണ് സത്യം. ആ പകൽ എല്ലാം മറനീക്കി കൊണ്ടുവരുന്നു, എല്ലാം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖൽ ദകറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും പടക്കുന്നതിനെ തന്നെയാണ് സത്യം. വഖൽഖുൽ ദകരി വൽ ഉൻസാ, ഉമ്മയുടെ ഉദരത്തിലൂടെ ജന്മമെടുക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ ആയിട്ട് അല്ലാഹു പടക്കുമ്പോൾ ഒരാണിന്റെ സ്വഭാവം ആണിലും ഒരു പെണ്ണിന്റേത് പെണ്ണിലും. ഇങ്ങനെ ഒരു സംവിധാനം അല്ലാഹുവിന്റെ കുദറത്ത് കൊണ്ടല്ലാതെ മനുഷ്യർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ആണും പെണ്ണും അല്ലാഹു നൽകുന്ന ദൃഷ്ടാന്തമാണ് മക്കളെ. പെൺകുട്ടികൾ റഹ്മത്താണ്. മൻ കുന്ന ലഹു സലാസു ബനാത്തിൻ ഫസ്വബറ അലാ ലഅവാഇഹിന്ന വദറാഇഹിന്ന വസറാഇഹിന്ന അദ്ഖലഹു അല്ലാഹുൽ ജന്നത ബിഫദ്ലി റഹ്മതിഹി ഇയ്യാഹുൻ. 3 പെൺകുട്ടികളുള്ള ആരെങ്കിലും, മൻ കുന്ന ലഹു സലാസു ബനാത്തിൻ, 3 പെൺകുട്ടികൾ ജനിച്ച ഒരാൾ, ഫസ്വബറ അലാ ലഅവാഇഹിന്ന, ആ പെൺകുട്ടികളെ വളർത്താനുള്ള കഷ്ടപ്പാടുകൾ സഹിക്കുകയും, വദറാഇഹിന്ന വസറാഇഹിന്ന, ആ പെൺകുട്ടികൾ കാരണമുണ്ടാകുന്ന സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിന്ന് വളർത്തുന്ന ഒരു ഉപ്പയും. സന്തോഷിച്ചോട് മുഅ്മിനേ, 3 പെൺമക്കളുണ്ടെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന ബിഫദ്ലി റഹ്മതിഹി ഇയ്യാഹുന്ന, ആ മക്കളോട് ചെയ്യുന്ന കരുണ കാരണം അല്ലാഹു മാതാപിതാക്കളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, 2 പെൺകുട്ടികളുള്ളവർ, രണ്ട് പെൺകുട്ടികളുള്ളവർ ചോദിച്ചു, വബിനതാനി യാ റസൂലല്ലാഹ്, നബിയേ 2 പെൺകുട്ടികളാണെങ്കിലോ 3 ആൾക്ക് മാത്രമാണോ ആ ശ്രേഷ്ഠതയുള്ളത്? 2 ആളുകളാണെങ്കിലോ? ഖാല വബിനതാനി, 2 ആളുകളാണെങ്കിലും ആ പ്രതിഫലമുണ്ട്. അന്നേരം വേറെ ഒരാള് ചോദിക്കുന്നു, നബിയേ വവാഹിദ യാ റസൂലല്ലാഹ്, 1 പെൺകുട്ടിയുണ്ട് നബിയേ, ആ പെൺകുട്ടിയെ ശരിയായ വണ്ണം പോറ്റി വളർത്തിയാൽ അവർ കാരണം സ്വർഗമുണ്ടോ നബിയേ എന്ന് ചോദിച്ചപ്പോ വവാഹിദ, അതേ 1 കുഞ്ഞാണെങ്കിലും അവർക്ക് പ്രതിഫലമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ആണ് പെണ്ണ് എന്ന ആ 2 ജെൻഡറും സൃഷ്ടിക്കുന്ന അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മെ പറയുന്നു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം ജൂത പണ്ഡിതനാണ്. ഹബീബായ നബിയുടെ അരികത്തേക്ക് മദീനത്തേക്ക് വന്നു. മദീനയിൽ ഹബീബ് വന്നപ്പോ എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയോട് 3 ചോദ്യം ചോദിക്കാൻ പോകുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു പ്രവാചകനല്ലാതെ നൽകാൻ സാധ്യമല്ല.
3 ചോദ്യം ചോദിക്കുന്നു നബിയെ. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരം, ശരിയായ ഉത്തരം ഒരു പ്രവാചകനല്ലാതെ മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല. ഇന്നി സായിലുക അൻ സലാസിൻ ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യ. ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയാത്ത 3 ചോദ്യങ്ങളെന്ന് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. തങ്ങൾ പറഞ്ഞു, സൽ, നീ ചോദിച്ചോളൂ അബ്ദുല്ലാഹി ഇബ്നു സലാമേ, ചോദിച്ചോളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി ബിഅവ്വലി അശ്റാത്തിസ് സാഅ വഅഖ്ബിർനി ബിഅവ്വലി തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. നബിയേ, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ വരികയാണ്. അതിൽ 3ാമ ചോദ്യം, അഖ്ബിർനി ബിഅവ്വലി അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ, വലിയ അടയാളങ്ങളിൽ, ഏറ്റവും അരികത്തേക്ക് വരുന്ന അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്തായിരിക്കും? രണ്ടാമത്തേത്, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അവരാദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും നബിയേ? സ്വർഗവാസികൾ തിന്നുന്ന ആദ്യ ഭക്ഷണം, ഒരു സ്റ്റാർട്ടർ ഉണ്ടാവില്ലേ, ഒരു അപ്പറ്റൈസർ ഉണ്ടാവില്ലേ, ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവില്ലേ? എന്താണ് സ്വർഗവാസികൾ ആദ്യം കഴിക്കുന്നത്? അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. 3ാമത്തെ ചോദ്യം, വമാ ബാലുൽ വലദി യുൻസഉ ഇലാ അബീഹി ഔ ഇലാ ഉമ്മിഹി. എന്താണ് നബിയെ കുഞ്ഞുങ്ങൾ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും രൂപസാദൃശ്യവും സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്നത്? ഒരു കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും എങ്ങനെയാണ്? ഈ 3 ചോദ്യങ്ങൾക്ക് 6ാം നൂറ്റാണ്ടിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്. ജൂത പണ്ഡിതൻ വേദഗ്രന്ഥം പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞു, ഒരു പ്രവാചകനല്ലാതെ, അള്ളാഹു നൽകുന്ന ഇൽമു കൊണ്ടല്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, അഖ്ബറനീ ബിഹിന്ന ജിബ്രീലു ആനിഫാ. ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ എനിക്കതിന്റെ ഉത്തരം വന്ന് പറഞ്ഞു തന്നു. അത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ പറഞ്ഞു, നബിയെ, നിങ്ങൾക്കറിയുമോ ജൂതന്മാർ മലക്കുകളിൽ ഏറ്റവും വെറുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജൂതന്മാർക്ക് ഇഷ്ടമല്ല എന്ന് നബിയെ അങ്ങേക്കറിയില്ലേ? തങ്ങൾക്കറിയാമത്. ആയത്തിറങ്ങുകയാണ്, قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. ആരെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാമിന് എതിരാണെങ്കിൽ, ജിബ്രീൽ അലൈഹിസ്സലാം ആരുടെയെങ്കിലും ശത്രുവാണെങ്കിൽ, അറിയണം ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ വിശുദ്ധ വചനം ഹബീബിന് ഇറക്കി കൊടുത്തത്. അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. ഹബീബായ നബിയെ, അങ്ങയുടെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് ഇത് ഇറക്കിയത്. ജൂതന്മാർക്ക് ജിബ്രീൽ തങ്ങളോട് വെറുപ്പുണ്ടായതിൽ പിന്നെ അല്ലാഹു ആ ഒരു വിഷയത്തെ തിരുത്താൻ ഇറക്കിയ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 97-ാമത്തെ 98-ാമത്തെ ആയത്തുകൾ. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കാൻ പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാമേ, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് മറുപടി തന്നു. ഈ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നതാണ്. ഹബീബായ നബി തങ്ങൾ മറുപടി പറയുന്നു, അമ്മാ അവ്വലു അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്ന വലിയ അടയാളങ്ങളുടെ ഭാഗമായി വരുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതിന് നബി തങ്ങൾ മറുപടി പറയുന്നു, ഫനാറും മിനൽ മശ്രിഖ് തഹ്ശുറുൻ നാസ ഇലൽ മഗ്രിബ്. കിഴക്കൻ രാജ്യത്ത് നിന്ന് ഒരു തീ പുറപ്പെടലാണ്. ആ തീയിന്റെ വരവ് കാരണം അതിന്റെ മുമ്പുള്ള രാജ്യക്കാരെല്ലാം
പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുകയും ഫലസ്തീനിലേക്ക് അഭയം പ്രാപിക്കുന്നവരെ അവരോടും. അങ്ങനെ അർളുൽ മഹ്ശരി വൽ മൻശർ, ഷാം എന്ന് പറയുന്ന പ്രദേശം അല്ലാഹു തആല വിചാരണക്ക് സജ്ജമാക്കുന്ന ഭൂമിയാണെന്ന് ഹബീബായ നബി തങ്ങൾ പറയാറുണ്ട്. യമനിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീ ആളുകളെ ആ തീ മഹ്ശറയുടെ ഭൂമിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമത്രേ. അതാണ് അവ്വലു അശ്റാത്തിസ് സാഅ എന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുത്തു. ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല. അടുത്ത ചോദ്യം, എന്താണ് അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്നah? സ്വർഗ്ഗവാസികൾ തിന്നുന്ന ഏറ്റവും ആദ്യത്തെ ഭക്ഷണം ഏതാണ്? അല്ലാഹു സ്വർഗ്ഗത്തിലെത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഏതാണ് ആ ഭക്ഷണം എന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കി. ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഉത്തരം അറിയുന്നുണ്ടോ? എന്താണ്? മാഷാ അല്ലാഹ്, ഉത്തരം പറഞ്ഞിട്ടോ? രണ്ടത്താണില്ല, ഹാരിസാണിത്, അബുദാബിയിലാണ്. മാഷാ അല്ലാഹ്. ആദ്യം സ്വർഗവാസികൾ തിന്നുന്നത് ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെയുള്ള ഒരു സോഫ്റ്റ് ഇറച്ചിയുണ്ട് അത്രേ. സിയാദത്തു കബിദിൽ ഹൂത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വർഗ്ഗത്തിലെ മീനാണ്, നമ്മൾ മരുന്നിട്ട് വരുന്ന മീനല്ലത്. സിയാദത്തു കബിദിൽ ഹൂത്ത്, വലിയ സൈസുള്ള മത്സ്യങ്ങൾക്കാണ് ഹൂത്ത് എന്ന് പറയാം. അതിന്റെ ലിവറിന്റെ മീതെ കാണുന്ന ഒരു സോഫ്റ്റ് നല്ല രുചിയുള്ള ഒരു മാംസമുണ്ട്. അതാണത്രേ കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെയാണ്, കുക്ക് ചെയ്തിട്ടാണോ അത് സ്റ്റീം ചെയ്തതാണോ അതൊന്നും നമുക്കറിയില്ല. കിട്ടിയാൽ മതി. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു ഉത്തരാണിത്. സിയാദത്തു കബിദിൽ ഹൂത്ത്, വലിയ ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെ കാണുന്ന സോഫ്റ്റ് മാംസമാണത്രേ. ഇപ്പൊ സാൽമൺ ഫിഷൊക്കെ പച്ചയിൽ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സലഡിലേക്ക് കൂട്ടുന്ന കാണാൻ പറ്റും. പച്ചയിൽ തിന്നാൻ പറ്റുന്ന സ്വർഗവാസികൾക്ക് അല്ലാഹു നൽകുന്നത് ഒരു മത്സ്യത്തിന്റെ കരളിനോട് ചേർന്ന് നിൽക്കുന്ന, ലിവറിനോട് ചേർന്ന് നിൽക്കുന്ന സോഫ്റ്റായ ഒരു ഇറച്ചി കഷ്ണമാണത്രേ. ഇതൊക്കെ ജൂതന്മാർക്ക് അവരുടെ കിതാബിൽ വായിച്ച് പരിചയമുണ്ട്. അതുകൊണ്ടാണ് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ നബിയെ പരീക്ഷിക്കാൻ, സത്യസന്ധനായ നബിയാണോ, ഇസ്ലാം സ്വീകരിക്കാൻ പോവാൻ. അതിന് മുമ്പ് അദ്ദേഹം ചോദിച്ച ചോദ്യമാണിത്. മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് നബിയെ ആൺകുഞ്ഞും പെൺകുഞ്ഞുമാകുന്നത്? ആണും പെണ്ണുമാകുന്നത് എങ്ങനെയാണ്? ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ വഅമ്മൽ വലദു ഇദാ സബഖ മാഉർ റജുലി മാഅൽ മർഅ നുസിഅൽ വലദ് വഇദാ സബഖ മാഉൽ മർഅതി മാഅർ റജുലി നുസിഅത്തിൽ വലദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോ ഉമ്മയുടെ ഗർഭാശയത്തിൽ പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും ഇത് രണ്ടുമുള്ള മത്സരത്തിൽ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷബീജമാണെങ്കിൽ, പുരുഷബീജമാണ് ആ പരസ്പരമുള്ള യാത്രയിൽ മത്സരത്തിൽ ഒന്ന് മറ്റൊന്നിനെ സബഖ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ഓടുമ്പോഴാണ് സബഖ എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടും ഗർഭാശയ ഭിത്തിയെ തുളക്കാനുള്ള ഓട്ടത്തിൽ പുരുഷബീജത്തിന്റെയും സ്ത്രീ അണ്ഡത്തിന്റെയും ഒരുമിച്ചുള്ള യാത്രയിൽ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷന്റേതാണെങ്കിൽ കുഞ്ഞ് ആണായിട്ട് വരുന്നു, അത് സ്ത്രീയുടേതാണെങ്കിൽ കുഞ്ഞ് പെണ്ണായിട്ട് വരുന്നുവെന്ന് ഒരു സ്കാനിങ്ങും ഇല്ലാത്ത കാലത്ത്, ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത കാലത്ത്, ഗർഭാശയ ഭിത്തിയെ തുളച്ചു കയറുന്ന വിധം സ്പേം സെല്ലുകൾക്ക് യാത്രയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. അല്ലാഹു ഏകനാണ്, അവനല്ലാതെ മഅബൂദുൻ ബിഹഖില്ല എന്നും സാക്ഷ്യം വഹിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൽ യഹൂദ ഖൗമുൻ ബഹ്ത്. നബിയേ,
ഇദാ അലിമു ബിഇസ്ലാമി സയദഊന മിൻ മകാനതി. നബിയെ, ഒരു സംസ്കാരമോ മൂല്യമോ ഇല്ലാത്ത ജനങ്ങളാണ് ജൂതന്മാർ. ഞാൻ മുസ്ലിമായി എന്നറിഞ്ഞാൽ അവരെന്നെ ഇടിച്ചു താഴ്ത്തുന്നത് കാണാൻ കഴിയും. ഫസ്അൽഹും അന്നി, ഞാൻ മുസ്ലിമായ വിവരം അവരോട് പറയുന്നതിന്റെ മുമ്പേ നബിയെ എന്നെ പറ്റിയൊന്ന് ചോദിച്ചു നോക്കിൻ. എന്നിട്ട് ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അവരെന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേൾക്കിൻ നബിയെ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ ഹബീബിന്റെ റൂമിന്റെ വാതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു. സ്വഹാബിമാർ കുറെ ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്നു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് തങ്ങൾ ചോദിക്കുകയാണ്. ഹബീബായ തങ്ങൾ ചോദിച്ചു, മാ തഖൂലൂന ഫീ അബ്ദുല്ലാഹി ഇബ്നു സലാം. അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് ജൂതന്മാരെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഖൈറുനാ വബ്നു ഖൈരിനാ, ഞങ്ങളിലെ ഏറ്റവും നല്ല ആളാണ്, ഞങ്ങളിലെ ഏറ്റവും നല്ല മഹാന്റെ മോനാണ്. വഅഅലമുനാ വബ്നു അഅലമിനാ, ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളാണ്, ഏറ്റവും വിവരമുള്ള ആളിന്റെ മകനുമാണ്. നിബിതങ്ങൾ ചോദിച്ചു, അവര് മുസ്ലിം ആവുകയാണെങ്കിലോ? അവര് പറഞ്ഞു, അല്ലാഹ് കാക്കട്ടെ, മുസ്ലിം ആവേ എന്ന് ചോദിച്ചു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ വാതിന്റെ പിറകിൽ നിന്ന് ഇറങ്ങി വന്നു. മഹാൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞപ്പോൾ ജൂതന്മാർ, ഇന്നഹു ശർറുനാ വബിനി ശർരിനാ, ഇയാൾ ഞങ്ങളിലെ ഷർറാണ് നബിയെ, ഞങ്ങളുടെ ഷർറിന്റെ മോനാണ്. അതെ, അവര് പറഞ്ഞു, വജാഹിലുനാ വബിനി ജാഹിലിനാ, ഞങ്ങളുടെ ജാഹിലാണ് ഇയാൾ, ജാഹിലിന്റെ മകനാണ്. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നിവരോട് വലിയ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത്. ആ മഹാൻ പറഞ്ഞു, നബിയെ നോക്കിക്കോളി, ഇങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ, സ്വന്തം പാർട്ടിയിൽ നിന്ന് പോയാൽ പറയും ഞങ്ങൾ പുറത്താക്കിയെന്ന്. ഇത് മൂപ്പരായിട്ട് പോയതായിരിക്കും. അതുവരെ തലയിൽ കൊണ്ടുവച്ച് നടക്കും. തങ്ങൾക്കെതിരാണ് എന്ന് കണ്ടാൽ എല്ലാ നന്മയും അങ്ങോട്ട് മറച്ച് മൂടി വെച്ചിട്ട് പിന്നെ ആൾ ഏറ്റവും മോശപ്പെട്ട ആളാണ്. ഇങ്ങനത്തെ കുറെ സാധുക്കൾ ഇന്നും നമുക്കിടയിൽ കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ പറഞ്ഞു, നബിയെ, ഞാൻ പറഞ്ഞില്ല നബിയെ ഇവരിങ്ങനെയാ പറയാൻ പോകുന്നത്. പറഞ്ഞ പോലെ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് ജൂതനല്ലാതിരുന്നപ്പോ ജൂതനായപ്പോ ചോദിച്ചു, ഭയങ്കര ആളാണ്, മുസ്ലിമായാലോ? മുസ്ലിമാവേ, ഞാൻ മുസ്ലിം ആണല്ലോ എന്ന് പറഞ്ഞു വന്നപ്പോ, ഇയാള് ഞങ്ങൾ ഏറ്റവും ഗുരുത്തം കെട്ട ആളാ നബിയെ, പണ്ടേ ഗുരുത്തം കേടുള്ളതാ, മുമ്പേ ഇങ്ങനെയാണ്. ആ ഒരു രീതിയിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് ചോദിച്ചതിലുണ്ട്, ആണും പെണ്ണും വമാ ഖലഖദ് ദഖറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇനി പറയുന്നു, ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ വിഷയം അവിടെയാണ്. കർമ്മ ഭൂമിയിലെ വിവിധങ്ങളായ വഴികളാണ് നമ്മുടെ വിഷയം. ഹബീബായ നബി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ അധ്വാനങ്ങളും വ്യത്യസ്തമാണ്. ഇന്ന സഅയകും ലശത്താ, നമ്മൾ അധ്വാനിക്കേണ്ടവരാണ്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാശിയ, ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. അല്ലാഹു തആല ഈ ലോകത്ത് അധ്വാനിക്കുകയും ആ അധ്വാനം എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ കുറിച്ച്, ഇന്ന സഅയകും, നമ്മൾ അധ്വാനിക്കേണ്ടവരാണ്, സഅയ് ചെയ്യണം. ആ സഅയ് ഹസനായിരിക്കണം, നല്ലതായിരിക്കണം, സയ്യി ആവരുത്, മോശമാവരുത്. ആമിലത്തുൻ നാസിബ, ചില ആളുകൾ അധ്വാനിച്ച് ക്ഷീണിച്ച് തളരുന്നവരാണ്. എന്നിട്ടോ തസ്ലാ നാറൻ ഹാമിയ, നാളെ നരകത്തിലേക്കാണ്. ബാങ്ക് ജോലി, പലിശയുടെ ഇടപാടുകൾ, ഈ ബാങ്ക് ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ്. അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യലാണ്. ഒരക്ഷരങ്ങൾ പോയ ഒരു ഡിജിറ്റ് നഷ്ടമായാൽ സ്വന്തം സാലറിയും പോരെയും വിൽക്കേണ്ടി വരും കൊടുക്കണമെങ്കിൽ. അത്രയും ടെൻഷൻ പിടിച്ച ജോലിയാണ്. ഊണുമില്ല, ഉറക്കമില്ല, പക്ഷെ പലിശയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു, തളർന്ന് ക്ഷീണിച്ചു, പക്ഷേ
തസ്ലാ നാറൻ ഹാമിയ. അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നരകശിക്ഷ അനുഭവിക്കേണ്ട കുറ്റമാണ്. ഇവിടെ ക്ഷീണം, നാളെ ശിക്ഷയും. ഉമർ തങ്ങൾ ഷാമിലേക്ക് പോകുന്ന വഴിയിൽ ഫലസ്തീനിന്റെ ഭാഗങ്ങളിൽ എത്തിയപ്പോ ഒരു ക്രിസ്തീയ മങ്ക്, ഒരു പൂജാരി, ക്രിസ്തീയനായ ഒരു ആരാധനാകർമ്മങ്ങളിൽ മുഴുകിയ ഒരു സന്യാസി ഒരു ഗുഹയുടെ ഉള്ളിൽ പ്രാർത്ഥനാ നിമഗ്നനാണ്. ഫലസ്തീനിലേക്ക് ഇന്ന് ചെന്നാലും ഒരുപാട് ക്രിസ്തീയ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും, ക്രിസ്തീയ ചർച്ചുകൾ ഒരുപാട് കാണാൻ കഴിയും. നമ്മളൊക്കെ മസ്ജിദുൽ അഖ്സ കാണാൻ വേണ്ടി യാത്ര പോകുന്ന പോലെ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഈസാ നബി യേശുക്രിസ്തുവിന്റെ നാട് കാണാനെന്ന് പറഞ്ഞ് എത്രയോ ക്രിസ്ത്യാനികൾ യാത്ര വരുന്നുണ്ട് ഫലസ്തീനിലേക്ക്. അവർക്കും അതൊരു സിയാറത്ത് യാത്രയാണ്. മറിയം ബീവി, ഈസാ നബി ഒക്കെ, ഈസാ നബിയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ അവർ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ക്രിസ്തീയനായ പുരോഹിതൻ അവിടെ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഏയ് എന്ന് വിളിച്ചു. യാ റാഹിബ്, ഏ പുരോഹിത. പളങ്ങ തലട്ട് നോക്കി ഉമർ തങ്ങൾ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. ഒന്നും പറഞ്ഞില്ല, പൊട്ടിക്കരഞ്ഞു. ചൂടും വെയിലും സഹിച്ച്, അന്നവും വെള്ളവുമില്ലാതെ, കുടുംബവും മക്കളുമില്ലാതെ ഒറ്റക്കൊരു മലയുടെ മുകളിൽ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ആരാധിക്കാൻ. അയാളുടെ വിശ്വാസം കുഫറിന്റെ വിശ്വാസം. ഉമർ തങ്ങൾ യാ റാഹിബ്, ഏ പുരോഹിത. അയാളെ പുറത്തേക്ക് നോക്കി ആരായി വിളിക്കണത് നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഉമർ തങ്ങളുടെ ആ വിളി അങ്ങ് അദ്ദേഹം കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്തേ ഖലീഫ, എന്തേ നിങ്ങൾ കരയുന്നത് എന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ എന്നോട് ഓതി കൊടുത്തു. ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിക്കുകയാണല്ലേ. തസ്ലാ നാറൻ ഹാമിയ, ഇത് കഴിഞ്ഞാൽ ചൂടുള്ള നരകത്തിലേക്കുമാണല്ലേ. ഇത് ഓർത്തിട്ട് കരയാണ്. വല്ലാത്തൊരു മെസ്സേജാണത്. 5 മണിക്കൂർ വഅദ് പറയുന്നതിന് തുല്യമാണ് 2 ആയത്ത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. കരഞ്ഞു. എന്തിനാ കരയുന്നത്? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. എത്ര അധ്വാനിക്കുന്നുടോ, എന്തെല്ലാം ക്ഷീണവും വെയിലും ജലദോഷവും പനിയും പിടിച്ചിട്ടായി അധ്വാനിക്കണത്. എന്നിട്ട് നിങ്ങൾ ഹിദായത്തിലുമല്ല, നാളെ നരകത്തിലേക്കല്ലേ. ഞാൻ ഓർത്തിട്ട് കരയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് അധ്വാനിക്കാൻ പറയുന്നു. അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത് അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വ അബ്ദുർറഹ്മാൻ വ അസ്ദഖുഹാ ഹാരിസുൻ വ ഹുമാം വ അഖ്ബഹുഹാ ഹർബുൻ വ മുറ. അല്ലാഹുവിന് ചില പേരുകൾ ഇഷ്ടമാണ്. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ പെട്ടത് അബ്ദുല്ലാഹി വ അബ്ദുർറഹ്മാൻ, അല്ലാഹുവിന്റെ അടിമ, കാരുണ്യവാന്റെ അടിമ എന്ന അബ്ദ് വെച്ച് വരുന്ന പേരുകൾ അല്ലാഹുവിന് വളരെയേറെ ഇഷ്ടമാണ്. വ അസ്ദഖുഹാ, ഒരു മനുഷ്യനോട് ഏറ്റവും യോജിക്കുന്ന പേര് ഹാരിസുൻ വ ഹുമാം, ഹാരിസ് ഹുമാം എന്ന പേരുകളാണ്. അബ്ശ്രി യാ ഹാരിസ്, ഹാരിസ് സന്തോഷം. ഹാരിസ് എന്ന് പറഞ്ഞാൽ, ഹാരിസ് എന്ന് പറഞ്ഞാൽ ഗാഡ്. നമ്മുടെ ജ്വല്ലറിക്ക് കാവലിക്കൂല, രാത്രിയൊക്കെ കണ്ണൊക്കെ പൊടി കെട്ടിയിട്ട് കസാലിയിരുന്നിട്ട് ഉറങ്ങണ ഒരു പരിപാടി. കള്ളന്മാർ പിന്നെ 2 കൈയും പൂട്ടി കെട്ടിയിട്ട് ജ്വല്ലറി തുറക്കല്. അപ്പോ ജ്വല്ലറി പണിക്ക് നിൽക്കണല്ലോ, ഒന്നുകിൽ പകൽ ഉറങ്ങുക, എന്നാലേ ആ റാത്തിബ്, ആ ശമ്പളം ഹലാലാവുള്ളൂ. രാത്രി കടന്നുറങ്ങി എങ്ങനെയാ പണി നടക്കുമോ? അപ്പോ അതിന് ഹാരിസ് എന്ന് പറയും, ഗേറ്റ് കീപ്പർ, പറാവുകാരൻ. അത് ഹാരിസാണ്. നബി തങ്ങൾ പറഞ്ഞ ഹാരിസ്, ഹറസൽ അർള എന്ന് പറഞ്ഞാൽ ടു പ്ലസ് ദ ലാൻഡ്. നമ്മൾ ഭൂമിയെ ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി ഉഴുതുമറിക്കൂലേ, അതിനാണ് ഹറസ എന്ന് പറയാം. ഹാരിസ് എന്ന് പറഞ്ഞാൽ കർഷകൻ. നബി തങ്ങൾ പറയാ ഒരു മനുഷ്യന് യോജിക്കുന്ന പേര് ഹാരിസും ഹുമാമുമാണ്. ഹുമാം എന്ന് പറഞ്ഞാൽ നല്ല മനക്കരുത്തുള്ള ആള്, എപ്പോഴും ഒരു ഹിമ്മത്ത്, ഏതൊരു കാര്യവും ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകള്. ആ ഒരു സ്വഭാവം, ആ പേര് ഹുമാം, ഹാരിസ്, ഇത് രണ്ടും മനുഷ്യനോട് യോജിക്കുന്ന പേരാ. എന്തെന്നറിയോ? ഒരു നിലം ഉഴുതു മറിക്കുന്ന പോലെ ജീവിതത്തിന്റെ കർമ്മഭൂമിയിൽ ഉഴുതു മറിക്കേണ്ടവനാണ് മനുഷ്യൻ.
അധ്വാനിക്കണം. മനുഷ്യൻ അധ്വാനിക്കേണ്ടവനാണ്. അധ്വാനത്തിലേക്ക് സൂചിപ്പിക്കുന്ന പേരാണ് ഹാരിസ്, അതുപോലെ ഹുമാം. അതുകൊണ്ട് ഏറ്റവും സത്യസന്ധമായ പേര് ഹാരിസും ഹുമാമുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഖ്ബഹുഹാ, പേരുകളിൽ ഏറ്റവും മോശമായത് ഹർബുൻ വ മുറ. മുറ എന്ന് പറഞ്ഞാൽ കയ്പുള്ളത്, ഹർബ് എന്ന് പറഞ്ഞ യുദ്ധം. അന്നൊക്കെ ഹർബ് എന്നൊക്കെ പേരുടെ യുദ്ധം, ഒരാളുടെ പേര് അതാ യുദ്ധം. അബൂ സുഫിയാൻ എന്നിവിടെ വാപ്പാന്റെ പേര് ഹർബ് എന്നാണല്ലോ. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. യുദ്ധം എന്ന പേര്. അന്ന് വെറും യുദ്ധം, അടിയും കൊലയാണ്, വേറൊന്നുമില്ല. മുറ എന്ന് പറഞ്ഞ കയ്പ്, മനുഷ്യന് ഇഷ്ടമില്ലാത്ത സാധനമാണ്. വെറുപ്പുണ്ടാക്കുന്നത്, ചോരച്ചൊരിച്ചിലുണ്ടാക്കുന്നത്, കലാപങ്ങൾ ഉണ്ടാക്കുന്നത്, വൈരാഗ്യമുണ്ടാക്കുന്നത്, ആ പേരുകളൊക്കെ അള്ളാഹ്ക്ക് വെറുപ്പാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ. പിന്നെ തസമ്മു ബി അസ്മാഇൽ അംബിയ, അംബിയാഇന്റെ പേരുകൾ നിങ്ങൾ വെക്കണമെന്ന് തങ്ങൾ പറയുന്ന വേറെ ഹദീസ്. പക്ഷേ മനുഷ്യനോട് യോജിക്കുന്ന പേര് ഹാരിസും ഹുമാമുമാണ്. അതിന് കാരണം പറയുന്നത് ഇന്ന സഅയകും ലശത്ത, നിങ്ങൾ കർമ്മഭൂമിയിൽ ഇറങ്ങേണ്ട ആളുകളാണ്. വെറുതെ ഇരുന്നാലൊന്നും സ്വർഗം കിട്ടൂല. അധ്വാനിക്കന്നെ വേണം, അധ്വാനിക്കണം. അധ്വാനിക്കുന്നവനാണ് ഹാരിസ്. അധ്വാനിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം കർമ്മഭൂമിയിലെ വിവിധ വഴികളിലൂടെ സ്വർഗം വാങ്ങിച്ചു പോകുന്ന ആളുകളുണ്ട്, നരകം കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാഹു നമ്മെ സ്വർഗത്തിന്റെ വഴികളിൽ നടക്കുന്നവരുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുന്ന വളരെ മനോഹരമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗം, അത്തൊഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി എന്നത് ഈമാനിന്റെ പകുതിയാണ്. അത്തൊഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതിയാണ്. അപ്പൊ മൂത്രപ്പരന്റെ മണം, മദ്രസയിലെ മൂത്രപ്പര നാറിയിട്ട് മക്കൾക്ക് മൂത്രമൊഴിക്കാൻ വയ്യ. ഹൗദും കരയിൽ ഇരുന്നാൽ പള്ളിൻ്റെ ഉള്ളുക്ക് വരെ പള്ളിയുടെ മൂത്രപ്പരന്റെ മണം വരിക. ഈ പരിപാടി മുസ്ലിമീങ്ങൾക്ക് പാടില്ല. അതൊക്കെ ക്ലീനാക്കി വെക്കണം. ദുർഗന്ധം ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിൽ നിന്നുമ്പോൾ ദുർഗന്ധമല്ലല്ലോ, പുറത്തുണ്ടാവരുത്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ഒക്കെയുള്ള ടോയ്ലറ്റുകളൊക്കെ കേടെടുത്തി പോവുക, നശിപ്പിക്കുക, പബ്ലിക് സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുക. റോഡരികിൽ നിന്നിട്ട് ഉഷാറായിട്ട് നിന്നിട്ട് വലിയ വലിയ മുത്ത മനുഷ്യന്മാര് അവർത്ത് പോലും മറക്കാണ്ട് മൂത്രമൊഴിക്കുക. തുഹൂർ, വൃത്തി വേണം. മുസ്ലിം ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ പരിസരങ്ങളും നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും ദുർഗന്ധം ഉണ്ടാവരുത്. നമ്മുടെ ദീനീ സ്ഥാപനങ്ങളുടെ അടുക്കള, അവരുടെ ഡൈനിങ് ഹാള്, മൂത്രപ്പുര, ടോയ്ലറ്റുകള്, ഹമ്മാമുകള്, ഇതൊന്നും ദുർഗന്ധം ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേ തൊഹൂറു ശത്രുൽ ഈമാൻ, അതൊക്കെ അതിന്റെ ഭാഗല്ലേ. നിസ്കരിക്കുമ്പോൾ മാത്രം തൊഹാറത്ത് മാത്രമല്ലല്ലോ. തൊഹൂറു ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മീസാൻ നിറക്കാൻ അത് മാത്രം മതിയെന്ന് മുത്തു റസൂലുള്ളാഹി. ഒരു 3 അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹ്. നിറഞ്ഞു കവിയുമെന്നാണ് അൽഹംദുലില്ലാഹ് ചൊല്ലണം. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈനസ് സമാഇ വൽ അർദ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ളത് നിറയാൻ അത് മതി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ഹദീസൊക്കെ പഠിക്കുന്ന കാലത്ത് കൊച്ചുപ്രായത്ത് ഉസ്താദന്മാരോട് കുസൃതി സംശയം ചോദിക്കാറുണ്ടായിരുന്നു. എങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് കൊണ്ട് ആകാശം നിറയണമെങ്കിൽ, ആകാശ ഭൂമികൾ നിറയണമെങ്കിൽ 20 100 500 ഒക്കെ ചൊല്ലുമ്പോൾ ഇവിടെ പോയിട്ട് ഇനി നിറയാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഉസ്താദന്മാർ പറഞ്ഞ ഉദാഹരണം, ട്യൂബ്, ക്ലാസ് റൂമിൽ ലൈറ്റ് ഉണ്ടാവുമല്ലോ, ഈ ട്യൂബ് ഇട്ടപ്പോൾ ഇവിടെ വെളിച്ചം നിറഞ്ഞോ? നിറഞ്ഞു. 2 രൂപ ഇട്ടാൽ എന്താ സംഭവിക്കുക? വെളിച്ചം ഉണ്ടാവും. ഇനി 10 രൂപ കത്തിച്ചിട്ടാൽ എന്താ കുഴപ്പം? നിറയാൻ പറ്റൂലേ? അതന്നെ. അപ്പൊ ഉത്തരായി. ഒറ്റ സുബ്ഹാനല്ലാഹ് കൊണ്ട് നിറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ചൊല്ലാണ്ടിരിക്കണ്ട, നിറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ നിറക്കാൻ കാരണമാണ്. വസ്സലാത്തു നൂർ, നിസ്കരിക്കുന്നത് പ്രകാശമാണ്. നാളെ പരലോകത്ത് സിറാത്ത് കടക്കാനുള്ള പ്രകാശമാണത്. സിറാത്ത് പാലം ഇരുട്ടാണെന്നറിയണം. അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. സിറാത്ത് പാലം കടക്കാൻ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. അവിടെ വെളിച്ചം വേണം. അത് നിസ്കരിക്കുന്നവരെ ഉണ്ടാകൂ. നിസ്കാരം ഒരു പ്രഭയാണ്, നൂറാണ്. വസ്സദഖതു ബുർഹാൻ,
അല്ലാഹു തആല കൂലി തരും എന്ന വിശ്വാസത്തിന്റെ ലക്ഷണമാണ്, തെളിവാണ് ദാനം ചെയ്യുന്നത്. സ്വതക്ക ചെയ്യാ, സ്വതക്ക എല്ലാവരും കൊടുത്തോലൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. സ്വദഖത്തു റദ്ദുൽ ബലായാന, എല്ലാ മുസീബത്തും അല്ലാഹു തട്ടി ദൂരത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ റബ്ബ്, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും കഴിയൂല. അല്ലാഹ്, 500 നോട്ട് ഇറങ്ങിയിട്ട് അതിന്റെ പൂതി കണ്ടിട്ട് തീർന്നിട്ടില്ല. അതിന്റെ ചുറുക്ക് പഴയ 500 കൊടുത്തില്ല, പുതിയത് ഇറങ്ങിയ ശേഷം ഭയങ്കര പിഷ്ക ആൾക്കാർക്ക്. അതൊരു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൂലി തരും തന്നെ വിചാരിക്കണ്ടേ. അതാണ് ദാനധർമ്മം, തെളിവാണ്, എന്റെ ഈമാനിന്റെ തെളിവാണ്. അല്ലാത്ത കൊടുക്കൂല, പല കാരണം പറയും. നാളെ ചെരുപ്പാൻ കണ്ട് ഇവിടെ 4 ചെരുപ്പ് വരെ ഉണ്ടാവും, വെറുതെ പറഞ്ഞിട്ട് കൊടുക്കൂല. സ്വദഖത്തു ബുർഹാൻ, ദാനം ചെയ്യുന്നവർ ഈമാനുള്ളവരാണെന്നതിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ. ക്ഷമയെന്ന് പറയുന്നത് ഒരു ശോഭയാണ്. ക്ഷമ, അതിനൊരു വെളിച്ചമുണ്ട്. വിശുദ്ധ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലം അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതാണ്. ഇനി നബി തങ്ങൾ പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയാണ് സംഭവം. സുബ്ഹാൻ അൽഹംദുലില്ലാ ചൊല്ലിയാൽ മീസാൻ നിറയും. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ ആകാശഭൂമികൾക്കിടയിലുള്ള നിറയും. നിസ്കാരം ഒരു പ്രകാശമാണ്. ദാനധർമ്മം ഈമാനിന്റെ അടയാളമാണ്. വസ്സുബ്റു ദിയാ, ക്ഷമ എന്നതൊരു ശോഭയാണ്, ഒരു പ്രഭയാണ്. ഖുർആൻ അത് ഓതുന്നവർക്ക് അനുകൂലം, ഖുർആൻ ഓതാത്തവർക്ക് ഖുർആൻ പ്രതികൂലമായി സാക്ഷി നിൽക്കും. എന്നിട്ട് നബി തങ്ങൾ പറയാ, കുല്ലുന്നാസി യഗ്ദൂ, രാവിലെ നേരം വെളുത്താൽ എല്ലാവരും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എല്ലാവരും രാവിലെ ഉറങ്ങി എണീക്കും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ ഇടം മുതൽ നന്മകൾ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നവരുണ്ട് ഒരു വിഭാഗം. അല്ലെങ്കിൽ നരകത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയി ഇടുന്നവരുണ്ട് ഒരു ദിവസത്തെ കർമ്മങ്ങൾ കൊണ്ട്. ഇതാണ് ഖുർആൻ പറയുന്ന ഇന്ന സഅയകും ലശത്താ, നന്മയുടെ ഒരുപാട് വഴികൾ. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഉണ്ടാകുമ്പോൾ സിനിമ പാട്ട് മൂളിപ്പാട്ട് പാടി നടക്കുന്നവര്, വേണ്ടാത്തത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവര്, ഒരു ദിവസം എത്രയോ നന്മ ചെയ്യാൻ കഴിയും. ഈ ദിക്റുകൾക്കൊക്കെ പകരം കുറെ ഗീബത്ത്, കുറെ നമീമത്ത്, ഇങ്ങനെയൊക്കെ ഒരൊറ്റ ദിവസം നേരം വെളുത്തേടം മുതൽ സ്വന്തം ശരീരത്തെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. ശരീരത്തെ നരകത്തിൽ കൊണ്ടുപോയി ഇടുന്നവരുണ്ട്. ഇതിൽ ഏത് ഭാഗത്താ നമ്മൾ? അയ്യുൽ ഗാദീന അൻത, നീ ഏത് വിഭാഗത്തിലാണെന്ന് റസൂൽ ചോദിക്കുകയാണ്. നമ്മൾ ഏത് കോലത്തിലാ ആവേണ്ടത്? മോചിപ്പിക്കണോ? അല്ല, നരകത്തിലേക്ക് വിടണം. അല്ലാഹു നരകമോചനം നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ഇന്ന സഅയകും ലശത്താ, നന്മയും തിന്മയും ഒരുപോലെയല്ല. അമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും ജന്നാത്തുൽ മഅവാ നുസുലം ബിമാ കാനൂ യഅമലൂൻ وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيذوا فيها وقيل لهم ذوقوا عذاب النار ذوقوا عذاب النار الذي كنتم به تكذبون. സൂറത്തു സജ്ദ. അമ്മല്ലദീന ആമനൂ, സത്യവിശ്വാസം കൈകൊണ്ടവരെ, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചവരെ, ഹബീബായ നബി തങ്ങളുടെ പ്രവാചകത്വം അംഗീകരിച്ചവരെ, അത് മാത്രമോ വഅമിലുസ് സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഫലഹും ജന്നത്തുൽ മഅവാ, അവർക്ക് ജന്നത്തുൽ മഅവയുണ്ട്. നുസുലം ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അല്ലാഹു നൽകുന്ന ആതിഥ്യമാണത്.
അതിഥികളെ സ്വീകരിക്കൂലേ? ആതിഥേയൻ ഭക്ഷണം സന്തോഷം കൊടുത്തിട്ട് ആ ആതിഥേയത്വം അല്ലാഹു ജന്നത്തുൽ മഅവ ആർക്ക്? സൽക്കർമ്മം ചെയ്തവർക്ക്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തി തരണേ തമ്പുരാനെ. വഅമ്മല്ലദീന കഫറു, എന്നാൽ നിരീശ്വരവാദം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ, വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളായ വചനങ്ങളെ ശരിയാവണ്ണം പഠിക്കാനും പോലും സമയം കണ്ടെത്താതെ അല്ലാഹുവിന്റെ ഖുർആനിൽ തെറ്റുണ്ട് എന്ന് പറയുന്ന മുസ്ലിം നാമധാരികളായ മലയാളി യുക്തിവാദികളെ, കദ്ദബൂ ബിആയാതിനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ഇഅ്ജാസ്, ഖുർആനിന്റെ ബലാഗയും അറബ് സാഹിത്യത്തിന്റെ അഗാധമായ ജ്ഞാനവും കയ്യിലില്ലാത്തതിന്റെ പേരിൽ ഉപരിപ്ലവമായ 2-3 വാക്കുകൾ പറഞ്ഞ് അള്ളാന്റെ ഖുർആനിൽ തെറ്റുകളുണ്ട് എന്ന് പറയുന്ന നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന മൗലവിമാർ, അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. മുസ്ലിം പേരുകളുള്ളവരെ, അത്തരം യുക്തിവാദ ചിന്തകളിൽ ഫേസ്ബുക്കിൽ അംഗത്വം ചേർന്ന ഫ്രീ തിങ്കേഴ്സിന്റെ കൂടെ നടക്കുന്ന ചെറുപ്പക്കാർ ഗൗരവമായി ചിന്തിക്കണം. കൈവിട്ടുപോയാൽ ഇത് നരകത്തിലേക്കുള്ള യാത്രയാണ്, പിന്നൊരു തിരിച്ചുവരവ് സാധ്യമല്ല. കോടാനുകോടി മനുഷ്യരെ അവരുടെ വിശ്വാസത്തിന്റെ, ഈമാനിന്റെ, ആത്മപ്രഭയുടെ, വൈജ്ഞാനത്തിന്റെ, ഇലാഹിയായ റബ്ബാനിയായ അല്ലാഹുവിന്റെ ജ്ഞാനത്തിന്റെ ഉറവിടമായി കാണുന്ന വിശുദ്ധ ഖുർആൻ 6.5 ബില്യൺ ആളുകൾ, വിശുദ്ധ ഈ ദീനിന്റെ അനുയായികളായ 1.5 ബില്യൺ മുസ്ലിമീങ്ങളായ ആളുകൾ, ഇത്രയും വരുന്നൊരു ജനവിഭാഗം മുഴുവനും തെറ്റുപറ്റിയവരാണെന്നും 4-5 ആളുകൾക്ക് മാത്രമാണ് ബുദ്ധിയെന്നും പറയുന്ന ഈ മൗഢ്യത്വം ഒന്ന് മിനിമം ആലോചിച്ചാൽ പോരെ. കോടാനുകോടി പണ്ഡിതന്മാർക്ക് ബുദ്ധിയില്ലെന്നും ഈ 4 പുസ്തകം വായിച്ച ആളുകളെ ഞങ്ങൾക്ക് ഖുർആനിൽ തെറ്റ് കണ്ടെത്താൻ പറ്റിയെന്ന് പറയുകയും നമ്മുടെ തെരുവുകളിൽ പ്രസംഗിക്കുകയും ചെയ്യുമ്പോ വാവളിച്ചു നോക്കി അവരുടെ വായിൽ നോക്കി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചേക്കണം, ഈമാൻ ഊരിക്കൊണ്ടുപോരാൻ വന്ന കള്ളന്മാരാണവരെന്ന്. ശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പഠിച്ചവർക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുമ്പിൽ കരയേണ്ടി വരും. തഖ്ശഇറു ഖുലൂബുഹും വജുലൂദുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ ശരീരം പടപടച്ചു പോകും, കോരിത്തരിച്ചു പോകും. എന്നാൽ ഹൃദയത്തിൽ തഖ്വയില്ലാത്തവർക്ക് ഈ വിശുദ്ധ വചനത്തിന്റെ മധുരിമ അറിയാൻ കഴിയില്ല. അല്ലാഹു പറയുന്നു, വഅമ്മല്ലദീന കഫറു, എന്നാൽ നിരീശ്വരവാദം ചെയ്യുന്നവരെ, വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും, വലിഖാഇൽ ആഖിറ, നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണെന്നും നിഷേധിച്ച ആളുകൾ, ഫഉലൈക ഫിൽ അദാബി മുഹ്ദറൂൻ, അവരെ അല്ലാഹു അദാബിൽ കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യും. 2 വിഭാഗം. ഖുർആന്റെ ശൈലിയാണിത്. സ്വർഗം പറയുമ്പോൾ നരകം പറയും, സജ്ജനങ്ങളെ പറയുമ്പോൾ ദുർജനങ്ങളെ പറയും. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങളും വിഭിന്നമാണ്. ഇത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരുപാട് നന്മയിൽ ജീവിക്കുന്നവര്, കുറെ ഗുണ്ടകളും. നല്ല ലോകത്തിന്റെ അവസ്ഥ. നല്ല കരുണയുള്ള കുറെ മനുഷ്യർ, ഒരിറ്റുപോലും കരുണ പിഞ്ചു മക്കളോട് പോലും തോന്നാത്ത കുറെ ദുഷ്ടന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളിലേക്ക് അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ പറയുമായിരുന്നു, അദ്ദുന്യാ കുല്ലുഹാ ജഹാല ഇല്ലൽ ഇൽമു ഫീഹാ, ഈ ലോകം മുഴുവൻ ജഹാലത്താണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവൊഴികെ. والعلم كله وبال على صاحبه إلا العمل به. ഇൽമു കൊണ്ട്, ജ്ഞാനം കൊണ്ട് മനുഷ്യന് ദുരന്തമുണ്ടാകും, അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ. വൽ അമലു കുല്ലുഹു ഹബാഉം മൻസൂർ ഇല്ലൽ ഇഖ്ലാസ് ഫീ, എല്ലാ കർമ്മങ്ങളും അല്ലാഹു പൊടിപൊടിയാക്കി പറത്തിക്കളയും ആത്മാർത്ഥതയില്ലെങ്കിൽ. വ അൻത മിനൽ ഇഖ്ലാസ് അലാ ഖതർ, ആത്മാർത്ഥതയുണ്ടോ എന്ന് നിനക്ക് പോലും അറിയാത്തൊരു വിഷയമാണത്. لا تدري أتثبت عليه ويتقبل منك. ഇഖ്ലാസ് നിന്റെ ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കുമോ? അതല്ല ഒരു കർമ്മം ചെയ്യുമ്പോൾ അതാരെങ്കിലും കാണാൻ വേണ്ടി എന്ന് ആയിപ്പോകുമോ?
അങ്ങനെയാണ് ഇഖ്ലാസിന്റെ കാര്യം. ഇഖ്ലാസില്ലാത്ത അമൽ അല്ലാഹു പറത്തിക്കളയും. അമലില്ലാത്ത ഇൽമ മനുഷ്യന് ദുരന്തമാണ്. അമലില്ലാതെ ഈ ലോകം മണ്ടത്തരമാണ് എന്ന് വളരെ ആത്മജ്ഞാനികളിൽ ജ്ഞാനിയായ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിയുടെ ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണത്, ഹിക്മത്താണത്. മൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കേണ്ട ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. അത് ഖൽബിൽ കൊത്തിവെക്കേണ്ടതാണ്. ലാ തകുൻ മിമ്മൻ യത്തബിഉൽ ഹഖ്ഖ ഇദാ വാഫഖ ഹവാഹ്. എങ്ങനെ ആവരുത്? സ്വന്തം ശരീരത്തിന് ഇഷ്ടാണെങ്കിൽ ആ സത്യം സ്വീകരിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ആൾക്കത് ഇഷ്ടമാണ്, അത് സ്വീകരിക്കും. വയുഖാലിഫുഹു ഇദാ ഖാലഫ ഹവാഹ്. അല്ലാഹുവിന്റെ ദീനിനെ സ്വീകരിക്കില്ല, അത് സ്വന്തം ഇഷ്ടത്തിനെതിരാണെങ്കിൽ. അങ്ങനെ ഒരിക്കലും ആയി പോവരുത്. നമ്മുടെ ഇഷ്ടം ഒരു എന്തെങ്കിലും ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ കാര്യം വിചാരിക്കുക, അത് ഹലാലാണ്. ഇപ്പം നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കുക, അപ്പം ഹലാലാണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടുക, ഏത് മൂല്യരോട് ചോദിച്ചാലാണ് കിട്ടുക. അപ്പം നമ്മൾ ആ മൂല്യരത്തേക്ക് തന്നെ പോകും. മൂപ്പര് ആ പറഞ്ഞത് അത് മാത്രം ആ മസാല മൂപ്പര് പഠിച്ചു പോരും. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. തൻ്റെ ശരീരത്തിന് ഇഷ്ടമാണോ ചെയ്യും, അതല്ലേ തള്ളിക്കളയും. അങ്ങനെ ആവരുതേ. കാരണം ഈ രണ്ടവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ അദാബ് കൊണ്ട് ശിക്ഷിക്കും. കാരണം നീ അല്ലാഹുവിനെയല്ല ഹഖിനെയല്ല സ്വീകരിച്ചത്. നീ സ്വീകരിച്ചത് ഇതിനെയാണ്, നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തെയാണ്. ഇവിടെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. നന്മ ഒരു ശീലമായി വരണം. നന്മ ഒരു ശീലമായി വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നന്മ എന്നത് ആദത്തുൻ അൽ ഹസനതു ആദ. നന്മ എന്ന് പറ ഹുസ്നുൽ ഖുലുഖി ആദ. മനുഷ്യന്റെ സ്വഭാവമായി മാറണം നന്മയൊരു സ്വഭാവമായിട്ട് മാറണം. നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ അള്ളാഹുവിനെ പറ്റിയൊക്കെ ആലോചിച്ചു, ഇന്ന് പെണ്ണുകുട്ടിയോടൊക്കെ നല്ല പെരുമാറ്റം, നാളെ അടി തുടങ്ങി, ഒരു കാര്യമില്ല. അത് സ്വഭാവമായിട്ട് മാറണം. 2 ദിവസമൊക്കെ നിസ്കരിച്ചു, റമദാനൊക്കെ വരുമ്പോൾ വല്ലാത്ത പൊട്ടിക്കരച്ചിലും, റമദാൻ കഴിഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടിച്ചിട്ടും അല്ലാതെ നമ്മൾ ആ വഴിക്കേ ഇല്ല. കുറഞ്ഞ നേരത്തിനൊരു കാട്ടിക്കൂട്ടൽ അത് പാടില്ല. എങ്ങനെ ആവണം? ശീലമാക്കുക. അധികമൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. കൊല്ലൊക്കെ എത്ര പെട്ടെന്നാണ് തീരുന്നത്. ഇതാ റമദാൻ ആവാനായി. ഒരു റമദാൻ അടുത്ത റമദാനിലേക്ക്, റബീഉൽ അവ്വൽ അടുത്ത റബീഉൽ അവ്വലിലേക്ക്, മുഹറം അടുത്ത മുഹറത്തിലേക്ക്, ഹജ്ജിൽ നിന്ന് അടുത്ത ഹജ്ജിലേക്ക് എത്ര ദൂരം കുറഞ്ഞു. ശീലമാക്കുക നന്മ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിലർക്ക് തിന്മ ഒരു ശീലമാകുന്നതാണ്, തിന്മ ശീലമാകും. നമ്മുടെ ഇമാമിയങ്ങൾ രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. ഒരു കള്ളൻ കാലം മുഴുവൻ മോഷ്ടിച്ച് മറ്റുള്ളവരുടേതാ തിന്നത്. മറ്റുള്ളവരുടേത് തിന്ന് ശീലിച്ച ഒരു കള്ളൻ പ്രായമായപ്പോ അയാൾ വിചാരിച്ചു, ഇനി വയസ്സുകാലത്ത് പോയി ആൾക്കാരെന്ന് കോളർ പിടിക്കലും ആൾക്കാരെന്ന് അടികൊള്ളലും ശരിയല്ലല്ലോ. അപ്പൊ 1-2 ചെറുപ്പക്കാരെ അയാൾ പൈസ കൊടുത്തിട്ട് ഏൽപ്പിക്കും. പിന്നെ ഈ മറ്റവന്റെ തോട്ടത്തിൽ നിന്ന് 4 ആപ്പിളും ഇവിടുന്ന് മുന്തിരി 4 തേങ്ങയൊക്കെ പറിച്ചിട്ട് വാ, കാശ് കൊടുത്തിട്ട് പറഞ്ഞേക്കാം. അവര് പോയി കൊണ്ടുവരും, അവർക്ക് കാശ് കിട്ടും. ചെറുപ്പക്കാർ അങ്ങനെ ഒരു ദിവസം ഈ കൂലിപ്പണിക്ക് ഇയാൾ വിളിച്ച കള്ളൻ, ജൂനിയർ കള്ളൻ, മുതിർന്ന വയസ്സൻ കള്ളനായി പറഞ്ഞേക്കണത്, ജീവിതകാലം മുഴുവൻ ഹലാല് തിന്നിട്ടേ ഇല്ല, മുഴുവൻ തിന്നത് ഹറാമാണ്. മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്, അയിമ്മത്തുകളുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ച സംഭവമാണിത്. ഒരു ദിവസം ഈ ജൂനിയർ കള്ളൻ, ഇയാൾക്ക് തോട്ടം സമ്പാദ്യമൊക്കെയുണ്ട്. ആ തോട്ടത്തിൽ നിന്ന് എന്തോ പറഞ്ഞ പഴം പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അത് തിന്നപ്പോഴേ ഇയാൾ ചോദിച്ചു, ഇത് ശരിയല്ലല്ലോ, ഇതെവിടെന്നാ നീ പറിച്ചത്? എന്റെ തോട്ടത്തിൽ നിന്നാണല്ലോ. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു, ശരിയാണ്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. അതെ, ഹറാമിന്റെ ഒരു രസത്തിൽ കിട്ടണില്ല, അത് എന്റേതാണല്ലോ. ഹറാമ് തിന്നിട്ട് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, എന്റെ നാവിന് പിടിക്കണില്ല ഇത്. അത്രയും ഹറാമ് കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞിരിക്കുകയാണെന്ന്. സുബ്ഹാനല്ലാഹ്. നാവിൽ രുചി അറിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹലാല് മാത്രം തിന്നിരുന്ന മഹാനവറുകൾ മഹാനവരുടെ വായിലേക്ക് ഹറാമിന്റെ ഒരു അംശം ചെല്ലുമ്പോഴേക്കും തുപ്പുകയും കാർക്കിച്ചു തുപ്പുകയും ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാ അത് കിട്ടിയത്? കാരണം എന്തേ? ഹലാല് ശീലിച്ച ഉമർ തങ്ങൾക്ക് ഹറാം പെട്ടെന്ന് സെൻസ് ചെയ്തു. ഹറാമ് മാത്രം തിന്ന ഈ കള്ളന് ഹലാല് കൊണ്ടുപോയി കൊടുത്തപ്പോ
ഇത് എന്റേതാണല്ലോ, എന്റേത് ഞാൻ ഇതുവരെ തിന്നാറില്ലല്ലോ, നാട്ടുകാരതാണല്ലോ ഞാൻ തിന്നാറുള്ളത് എന്ന് സ്വന്തം ജൂനിയർ കള്ളനോട് പറഞ്ഞത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിന്മയെ ഒരു വഴിയായി സ്വീകരിച്ചവർക്ക് നരകത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ പാതയിലേക്ക് അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ. ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഖബ്ളത്തിൻ ഖബളഹാ മിൻ ജമീഇൽ അർള്. ഇമാം ഇബ്നു ഹബ്ബാൻ എന്നവർ സുനനിലും ഇമാം ബൈഹഖി എന്നവർ അവരുടെ സുനനിലും കൊണ്ടുവന്ന ഹദീസാണിത്, സ്വഹീഹായ ഹദീസ്. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചപ്പോ ഭൂമിയിലെ ഒരു മണ്ണ്, ഭൂമിയിലെ ഒരു പിടി മണ്ണാണ് ഉപയോഗിച്ചത്. ഭൂമിയുടെ എല്ലാ മണ്ണിന്റെയും ഗുണങ്ങളുള്ള ഒരു പിടി മണ്ണാണത്രേ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന് അല്ലാഹു ഉപയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഫജാഅ ബനു ആദമ അലാ ഖദരിൽ അർള്, ഭൂമിയെ പോലെയാണ് മനുഷ്യന്മാർ. മിൻഹുമുൽ അഹ്മർ, അതിൽ ചമന്ന നിറമുള്ളവരുണ്ട്, വൽ അബ്യദ് വെളുത്തവരുണ്ട്, വൽ അസ്വദു കറുത്തവരുണ്ട്, വമാ ദൂന ദാലിക വേറെയും കളറുള്ളവരുണ്ട്. ഈ മണ്ണിങ്ങനെ നോക്കി മഞ്ഞ, കറുപ്പ്, ചുവപ്പ്, ഇതന്നെ മനുഷ്യന്മാർ. പല നിറങ്ങളും, പല രാജ്യങ്ങളിലും പല കോലത്തിൽ. നല്ല സോഫ്റ്റ് മണ്ണുണ്ട്, അപ്പൊ ചിലര് സോഫ്റ്റ് ആണ്. വളരെ ഹാർഡായ പാറ പോലത്തെ മണ്ണുകളുണ്ട്, ഉറച്ചത്. ചില ആളുടെ മനസ്സ് അങ്ങനെയാണ്. പക്ഷെ ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ശറഅ് പറയുന്നത്. ഇന്ന അല്ലാഹ് അങ്ങനെ പടച്ചോണ്ടല്ലേ എന്ന് നീ പറയാൻ പോരുതേ. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഭാവ ഗുണങ്ങളെ മാറ്റിയെടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശറഅ് സ്വഭാവം നന്നാക്കണമെന്ന് പറയില്ലായിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ നഅലമു ശൈഅൻ ഖൈറൻ മിൻ മിഅതി മുഫ്ലിസിൻ ഇല്ല റജുലൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യനാണ് 100 പാപ്പരായ മനുഷ്യരെക്കാളും, പാപ്പരാണെങ്കിൽ തന്നെയും മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന് സ്ഥാനമുണ്ട്. മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിനോളം യോജിക്കുന്ന മറ്റൊരാളില്ല. ഇന്ന മസല മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു നൽകുന്ന സന്മാർഗ ദർശനവും അല്ലാഹു നൽകുന്ന ഇൽമും വൽ ഇൽം കമസലിൽ ഗൈസിൽ കസീർ, കുത്തിച്ചൊരിയുന്ന മഴ പോലെയാണ്. നബി തങ്ങൾ ഉദാഹരണം പറയുന്നു. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണിത്. ഒരു മഴ പോലെ, അതിൽ മഴ പെയ്തപ്പോ ചില മണ്ണ് ആ മഴയെ സ്വീകരിക്കുകയും കൃഷികൾ വളരുകയും ചെയ്തു. മണ്ണ് വെള്ളം പിടിച്ചെടുത്തു. വേറെ ചിലയിടം വെള്ളം സൂക്ഷിക്കാൻ പറ്റുന്ന സംഭരണിയായ പാറയുടെ കോറികൾ പോലെ, കുളങ്ങൾ പോലെ വെള്ളം കെട്ടിനിന്നു. ആളുകൾ അതെന്ന് കോരിയെടുത്തു കൃഷി നനക്കാൻ. വേറെ ചിലയിടം കുത്തനെ ഒഴുകിപ്പോകുന്നതാണ്. അവിടെ ഒരു വെള്ളം നിൽക്കുകയുമില്ല, ഒരു ചെടിയും അവിടെ മുളക്കുകയുമില്ല. എന്റെ ജ്ഞാനവും ഞാൻ കൊണ്ടുവന്ന ഇസ്ലാമും ഇങ്ങനെയാണ്. അത് സ്വീകരിക്കുകയും നല്ലവരായി വളരുകയും നല്ല മക്കൾക്ക് ജന്മം കൊടുക്കുകയും നല്ല വാപ്പമാരായി വളരുകയും നല്ല മക്കളെ ദീനിന് സമ്മാനിക്കുകയും ചെയ്ത ഉപ്പമാര്, ഉമ്മമാര്, അവര് മണ്ണ് സ്വീകരിച്ച മഴവെള്ളം പോലെയാണ്. എന്നാൽ ചിലർക്ക് അത് ഉപകാരപ്പെട്ടില്ല. അവർ ഒരു കുളം പോലെ വെള്ളം കെട്ടിനിന്നു. അവർക്കായില്ല. പക്ഷേ നമ്മുടെ അറബി കോളേജിലെ മക്കളെ, എൻ്റെ മക്കളെ ഒരു ഹാഫിദാക്കാനോ ആലിമാക്കാനോ കഴിഞ്ഞില്ല. എന്നാ പിന്നെ എലിമിന് പഠിക്കാൻ വരുന്ന മക്കളെ ഞാനൊന്ന് ഏറ്റെടുത്തേക്കാം. ഒരു കുട്ടിക്ക് എത്രയാ ചെലവ്? ഞാൻ തരാം. 2 കുട്ടികളുടേത് ഞാൻ തരാം. അയാൾക്ക് നേർക്ക് നേരെടുക്കാൻ പറ്റിയില്ല, പക്ഷേ വെള്ളം സംഭരണി പോലെ അയാൾക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റി. അങ്ങനത്തെ ആളുകളുണ്ടാവും. ചിലത് കുത്തനെ പാറയായി, മലവെള്ള പാച്ചിലായി ആ വെള്ളം കെട്ട് ഒഴുകിപ്പോയി കടലിൽ നശിക്കും. ആർക്കും കെട്ടി നിർത്താനും കഴിയില്ല. ആ പാറയിൽ ഒരു ചെടിയും മുളക്കുകയുമില്ല. അള്ളാഹുവിന്റെ ഖുർആനും ദീനുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇസ്ലാമിൽ അങ്ങനെയാണോ എന്നൊക്കെ കൗതുകത്തോടെ ചോദിക്കുകയും ഇതുവരെ മനസ്സിലാക്കിയതോ പറഞ്ഞതോ ഒന്നും ഉൾക്കൊള്ളാതെ, ഒന്നും പഠിക്കാനും അറിയാനും സമയവും മനസ്സും കൊടുക്കാതിരിക്കുന്ന ആളുകളും എന്നെ അള്ളാഹു പറഞ്ഞയച്ചത് ഇങ്ങനെയാണ്. ഒരു വിഭാഗം അത് സ്വീകരിച്ചു, വേറെ ഒരു വിഭാഗം അത് തള്ളിക്കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയെ ഉദാഹരണം പറഞ്ഞു നബി തങ്ങൾ. ചില ഭൂമികൾ ഇങ്ങനെയാണ്.